പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഞായറാഴ്ച ദിവസത്തെ കുക്കിംഗ് ആട്ടോ. അത് നമുക്ക് നെയ്മീനാണ് കറി വെക്കാൻ കിട്ടിയത്. നെയ്മീൻ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചതാണ്. കുറച്ച് കറി വെക്കുന്നുണ്ട്, കുറച്ച് വറുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കറി വെക്കാൻ നോക്കാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഉലുവട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന ചോപ്പറിൽ വെച്ചിട്ട് ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി എല്ലാം ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് വേവിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. വാളൻപുളിയാണ്, വളംപുളിയാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കാറ്. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മീൻ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചുകറി ആയിട്ട് ഒരു മത്തങ്ങയും വൻപയറാണ് കറി വയ്ക്കുന്നത്. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മത്തങ്ങയും വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കറി തിളച്ചപ്പോൾ ഞാൻ ചതച്ച് വെച്ചിട്ട് തേങ്ങ ചതച്ചിട്ടുള്ളൂ. അപ്പോൾ ചതയ്ക്കുമ്പോൾ ഒരു വലിയ വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ച് ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.